ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഈ ഒരു ഉണ്ടന്റെ റെസിപ്പി നോക്കിയാലോ. ഈ ഒരു ഉണ്ട എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും, പക്ഷെ ഇതിന്റെ ഫില്ലിങ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഇതിപ്പോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. എപ്പോഴും നമ്മൾ ചെമ്മീൻ വെച്ചിട്ടും കല്ലുമ്മക്കായ് വെച്ചിട്ടും അതുപോലെ തന്നെ കൂന്തൽ വെച്ചിട്ടെല്ലാം ഉണ്ടാക്കലുണ്ട്. പിന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു രീതിയിലും കൂടി ഉണ്ടാക്കും മീൻ വെച്ചിട്ട്. പക്ഷെ ഞാനിപ്പോ ഇതിപ്പോ ചെയ്തെടുക്കുന്നത് ചിക്കൻ വെച്ചിട്ടാണ്. ഈ ഒരു മെത്തേഡിൽ അങ്ങനെ ആരും ഞാൻ ചെയ്യുന്ന കണ്ടിട്ടില്ല. എന്നാലും ചുരുക്കം പേര് ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും നല്ലൊരു ടേസ്റ്റിൽ ഈ ഒരു ചിക്കന്റെ ഉണ്ട എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് റെസിപ്പി ആയിട്ട് കാണാം. ഞാനിപ്പോ ചിക്കൻ എടുത്തത് ബോൺ ഉള്ള പീസാണ്. ബോൺലെസ് പീസ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് സാദാ മാരിനേഷൻ അതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ചിക്കനിൽ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ അധികം വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതിൽ പൊടികളെല്ലാം മസാല പൊടികളെല്ലാം നല്ല കോട്ടായി നിൽക്കുന്ന രീതിയിൽ നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രത്തിലോട്ട് ഞാനിപ്പോൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ എന്തായാലും യൂസ് ചെയ്യാം. കുറച്ചും കൂടി ടേസ്റ്റ് വൈസ് കൂടുതൽ കോക്കനട്ട് ഓയിൽ ആയതുകൊണ്ട് ഞാനിപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഈ ചിക്കന് നല്ലോണം മൊരിഞ്ഞൊന്നും വരേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് മസാലയിലേക്ക് ഇറങ്ങണം. അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ ഫ്രൈ ആയി പോകണ്ട. ജസ്റ്റ് ഇതേപോലെ ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് ഒന്ന് കുക്ക് ചെയ്ത്, അതായത് വെന്ത് കിട്ടിയാൽ മതി. പിന്നെ ഈ ഒരു ഫില്ലിങ് ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. കാരണം ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതും പിന്നെ ചിക്കന് അത്യാവശ്യം ഫ്ലേവറും കൂടുതലല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ട അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വേറെ കൂടുതലായിട്ടൊന്നും പറയേണ്ടയില്ല. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവാണ്ടിരിക്കൂല, അത് ഷുവർ. അപ്പോൾ അതവിടുന്ന് കുക്കായി വരട്ടെ. ആ ഒരു ടൈമിൽ നമുക്ക് ഉണ്ട പ്രിപ്പയർ ചെയ്യാനുള്ള പൊടിക്കൂട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ആമീസ് പൊടിയാണ്. പത്തിരിപ്പൊടി ആമീസ് പൗഡർ എന്നല്ല പറയുന്ന ഈ ഒരു പാക്കറ്റിൽ വരുന്ന ഈ ഒരു പൗഡറാണ് ഞാനിപ്പോൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ വേറെ എക്സ്ട്രാ അരിയൊന്നും കുതിർത്തി വെച്ച് അത് അരച്ചിട്ടൊന്നും ചേർക്കുന്നില്ല. ഞാൻ പൊതുവെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കല്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് സാധാ പച്ചവെള്ളം യൂസ് ചെയ്തിട്ട് ഇതേപോലെ കൈവച്ച് നന്നായി പ്രസ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊന്നും ഇല്ലാണ്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങളടുത്ത് പത്തിരിപ്പൊടി ആമീസ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത്, ഒറോട്ടിക്കല യൂസ് ചെയ്യുന്നത്, അതുപോലെ ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഈസി മെത്തേഡ് ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അരി കുതിർത്ത് അത് അരച്ച് അതിലേക്ക് പൗഡർ മിക്സ് ചെയ്തിട്ടും ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ അരി അരച്ചിട്ട് ഉണ്ടാക്കുന്ന ഒറോട്ടിയെല്ലാം പോലെ അങ്ങനെയും ചെയ്തെടുക്കും. അപ്പോൾ ഇതാ നമ്മളെ പൊടി മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ ചിക്കനും നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഫ്രൈ അല്ല, കുക്കായി വന്നിട്ടുണ്ട്. ഉൾഭാഗമെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഈ ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇനിയിപ്പോൾ ഇതിൽ അത്യാവശ്യം ഓയിൽ ബാലൻസ് ഉണ്ട്. ഇതിൽ തന്നെയാണ് നമ്മൾ ഇപ്പോൾ സവാള ഉള്ളി വഴറ്റിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 4 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള സവാള ആയതുകൊണ്ട് 4 ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് ഇത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അധികം അങ്ങനെ വഴന്ന് വരണ്ട, എന്നാലും അത്യാവശ്യം വഴന്ന് വരുന്ന രീതിയിൽ ഒന്ന് വഴറ്റി. ഞാൻ കൂടുതൽ വഴറ്റിയെടുക്കേണ്ടെന്ന് പറഞ്ഞതിന് റീസൺ ഉണ്ട്. കാരണം നമ്മൾ ഈ ഒരു ഉണ്ട കഴിക്കുന്ന സമയത്ത് പൊതുവെ എല്ലാവരും നല്ലോണം തന്നെ ഈ ഉള്ളി നന്നായിട്ട് അങ്ങ് വഴറ്റിക്കളയും. അപ്പോൾ ആ ഒരു ഉള്ളിൻ്റെയും പിന്നെ ആ ഒരു മസാലക്കൂട്ടിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റ് മനസ്സിലാവില്ല. അപ്പോൾ ഒരു മീഡിയം അളവിൽ, അതായത് 1/4 ഭാഗം മാത്രം സവാള കുക്കായി കിട്ടിയാൽ മതി. ബാക്കി ഭാഗം നമ്മൾ ഉണ്ട ഉരുട്ടി നമ്മൾ സ്റ്റീം ചെയ്തെടുക്കൂലേ, ആ ഒരു സമയത്ത് നല്ലോണം തന്നെ ആയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 ഭാഗം അങ്ങനെ സവാള വെന്ത് കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ലല്ലോ. ഇനിയിപ്പം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് കറിവേപ്പില മല്ലിയില പിന്നെ കുറച്ച് പൗഡേഴ്സ് അങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് അടിപൊളിയായി വരും. ഇനിയിപ്പോൾ സ്റ്റീം ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള പോർഷനും കൂടി കുക്കായി കിട്ടിക്കോളും. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളകാണ്, അധികം എരിവില്ലാത്ത പച്ചമുളക് ഒരു 3 എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് നല്ലോണം തന്നെ ഇതേപോലെ മിക്സ് ചെയ്യുക. ആ ഒരു ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ട് എല്ലിൽ നിന്ന്
അതിൻ്റെ ഫ്ലഷി പീസ് മാറ്റി വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന ബ്രസ്റ്റ് പീസ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്താലും മതി. ഞാനിപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള പീസസ് ആയതുകൊണ്ട് എടുത്തതുകൊണ്ട് ഞാനിപ്പോൾ അതിൽ നിന്ന് എല്ല് മാറ്റിയിട്ട് ചിക്കൻ്റെ ഇറച്ചി മാത്രം മാറ്റിയെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതാണ്. ഇനി അതുകൂടി മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പൗഡേഴ്സ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. ഇതിൽ ഞാനിപ്പോൾ സാധാ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കാരണം കുറച്ച് അത്യാവശ്യം എരിവ് വേണ്ടിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് 1 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഓൾറെഡി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ പൗഡേഴ്സ് എല്ലാം ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമേ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഈ പൊടികളെല്ലാം എല്ലായിടത്തും ഒന്ന് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടിയും ആഡ് ചെയ്യാം. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതും കൂടി നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ തന്നെ അടിപൊളി സ്മെല്ല് വരും കേട്ടോ. നമ്മൾ ഈ ഒരു മെത്തേഡിൽ തന്നെയല്ലേ നമ്മൾ ഇറച്ചിപ്പത്തിലില്ലേ, ആ ഒരു ഇറച്ചിപ്പത്തിലും ഈ ഒരു ടൈപ്പിൽ തന്നെയല്ലേ നമ്മൾ മസാല പ്രിപ്പയർ ചെയ്തെടുക്കുക. ഓവർ മസാലാസ് ഒന്നും ആഡ് ചെയ്യാത്ത അടിപൊളി ഒരു മസാലയാണ് ഇത്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ചേർക്കാനുള്ളത് തേങ്ങയാണ്. അതുകൂടി ചേർത്ത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മസാല പ്രിപ്പറേഷൻ എല്ലാം ഏകദേശം ഫിനിഷായി. ഇനി നമുക്ക് ഉണ്ട ഉരുട്ടുന്നതാണ് ടാസ്ക്. അതിപ്പോൾ 2 പേരൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുണ്ട്. അപ്പോൾ നമ്മൾ 2 പേര് ചേർന്നിട്ട് ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയിട്ടാണ് ഇതിപ്പോൾ ഉരുട്ടയാക്കി എടുക്കുന്നത്. മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ട റോൾ ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് കയ്യിൽ ഇതേപോലെ ഓയിലൊന്ന് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഡോ ഉണ്ടല്ലോ, നമ്മൾ അരിക്കൂട്ട്, അത് കയ്യിലേക്ക് വെച്ചിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള മാത്രം എടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ വലിയ രീതിയിലുള്ള ഉണ്ടയാവുമ്പോൾ കഴിക്കുമ്പം അത്ര വലിയ സുഖം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിട്ട് കഴിക്കാൻ നല്ല സുഖത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ചെറിയ സൈസുള്ള ബോൾസ് ആക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനിയിപ്പോൾ കൈവച്ച് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ കറക്റ്റ് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് വേണം നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാൻ. ആവശ്യത്തിനുള്ള മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ 2 സ്പൂൺ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചേർത്തത് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് മാറ്റി ഇതേപോലെ നല്ലോണം തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ ഇതേപോലെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ അടിപൊളിയായിട്ടുള്ള ഉണ്ട റെഡിയായി വരും. കുറച്ചും കൂടിയും ഓയിൽ ആഡ് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ക്രാക്സ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇതേപോലെ റോൾ ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതാ അടിപൊളിയായിട്ട് വരും. ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം. പിന്നെ ഈ ഒരു ഉണ്ട അധികം ഓയിൽ കണ്ടന്റ് ഒന്നും ഇല്ലാത്തൊരു ഫുഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടാവും. പിന്നെ നമ്മൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഓയിലിൻ്റെ ആ ഒരു ഇത് കുറച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും കേട്ടോ ഈ ഒരു ഉണ്ട. പിന്നെ നമ്മൾ ഇത് ആവിയിലും കൂടി വേവിക്കുന്നതാണല്ലോ, സ്റ്റീം ചെയ്തെടുക്കുന്നതാണല്ലോ, അതുകൊണ്ട് കുറച്ചും കൂടി ഹെൽത്തി വേർഷനാണ് ഈ ഒരു ഉണ്ട. അപ്പോൾ നോമ്പ് കാലത്തെല്ലാം അധികവും നമ്മളെ വീട്ടിൽ ഇത് ഉണ്ടാക്കും കേട്ടോ. അധികവും നമ്മളെ വീട്ടിൽ ഈ ഒരു ഉണ്ട പ്രിപ്പയർ ചെയ്തെടുക്കും. ഉണ്ട, ഒറോട്ടി, അതെല്ലാം അധികം ഓയിലില്ലാത്ത ഫുഡല്ലേ. അപ്പോൾ എണ്ണക്കടികൾ മാക്സിമം ഒഴിവാക്കിയിട്ട് ഇതേപോലത്തെ ഫുഡെല്ലാം ഇൻക്ലൂഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുക. പക്ഷെ ഞാനിപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഡിന്നറിനാണ്. നമ്മൾ നാട്ടിൽ ഡിന്നറിനും ഈ ഒരു കല്ലുമ്മക്കായി, ഉണ്ട, അതേപോലെ തന്നെ പല രീതിയിലുള്ള ഐറ്റംസ് നമ്മൾ കണ്ണൂർക്കാർ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതിലുള്ള ഒരു ടൈപ്പ് ഫുഡാണ് ഈ ഒരു ഉണ്ട. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് ഷേപ്പായി വന്നിട്ടില്ലേ. ഇതേപോലെ തന്നെ ഞാൻ എല്ലാം ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതേപോലെ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് ഉണ്ടാക്കി നോക്ക്. ഞാൻ ചെയ്തിട്ടുള്ള സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കണേ. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു റിയൽ ടേസ്റ്റ് കിട്ടുക. മസാല പൗഡേഴ്സ് എല്ലാം ആഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് ആഡ് ചെയ്യാണ്ട് നോർമലായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചതുപോലെ കുറച്ച് ആഡ് ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു റിയൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ എല്ലാം ഇതേപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലത്തെ ഒരു ആവിച്ചെമ്പിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഉണ്ട ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ആവിച്ചെമ്പിലേക്ക് എല്ലാം ഇതേപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ മേലിലുള്ള 2 എണ്ണം ആ നീളത്തിൽ കിടക്കുന്നത് ഞാൻ ബാക്കിയുള്ള ബാലൻസ് ഉള്ള ആ ഒരു പൊടിക്കൂട്ട് കൊണ്ട് ഉണ്ടാക്കിയിട്ടതാണ്. അപ്പോൾ ഇതാ നമ്മൾ നല്ലോണം ആവിയെല്ലാം വന്നതിന് ശേഷം നല്ല
അടിപൊളിയായിട്ടുള്ള ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു കാമണിക്കൂർ കൊണ്ട് തന്നെ ഇത് സെറ്റായി വരും കേട്ടോ. പിന്നെ ഉണ്ടക്ക് അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നല്ല ചൂടോട് കൂടിയിട്ടുള്ള ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഉണ്ട നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റാ. എന്തായാലും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ നിങ്ങൾ ഇതിന്റെ ഫാൻ ആവും. നിങ്ങൾ ചെമ്മീനുള്ള സമയത്ത് ചെമ്മീൻ വെച്ച് ചെയ്തോ, എന്നാലും ചിക്കനുള്ള സമയത്ത് ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് നഷ്ടാവില്ല. അത്രയും ടേസ്റ്റാ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ഫീഡ്ബാക്സ് കമന്റ്സിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സ് എല്ലാം ആയിട്ട് വീണ്ടും കാണുന്നവരെയും ബായ്, അസ്സലാമു അലൈക്കും.